ഒരു പോരാട്ടത്തിലാണ്. തീർച്ചയായും ഈ വഖഫ് ഭേദഗതി ബില്ല് കുഴിച്ചുമൂടുന്നത് വരെയും ഈ പോരാട്ടം തുടരും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഇതുപോലൊരു പോരാട്ട ഭൂമിയിലാണ് ലോകത്തെ ആദ്യത്തെ വഖഫ് പ്രഖ്യാപനം നടക്കുന്നത്. മഹാനായ നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉഹദ് പോരാട്ടത്തിന് പോകുമ്പോ മുഖദ്ദിബ് എന്ന സഹാബി എന്റെ എല്ലാ സ്വത്തുക്കളും പ്രവാചകന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പോരാട്ട ഭൂമിയിലേക്ക് പോയത്. അവിടെ അദ്ദേഹം രക്തസാക്ഷിയായി. അദ്ദേഹത്തിന് 6 ഉദ്യാനങ്ങളാണ് മദീനയിൽ തന്നെ ഉണ്ടായിരുന്നത്, തോട്ടങ്ങൾ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് പോരാട്ടത്തിന് ശേഷം നടത്തിയ ഒരു പ്രഖ്യാപനം തന്നെ, അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു പോയ എല്ലാ സ്വത്തുക്കളും വഖഫായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് വഖഫ് പ്രഖ്യാപനത്തിന്റെ തുടക്കം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയതാണ്. പിന്നെയാണ് സഹാബാക്കൾ, വനിതാ സഹാബിയത്തുമാരൊക്കെ അവരുടെ സ്വത്തുക്കൾ വഖഫ് ചെയ്തുകൊണ്ട് ആ പാരമ്പര്യം ഇന്ന് നിലനിൽക്കുന്നു. നമ്മുടെ പ്രവാചകൻ പ്രഖ്യാപിച്ച ഒരു വഖഫ് സ്വത്തിന്റെ ആ മഹത്തായ സ്വാധീനം ഉമ്മത്തിന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അനാഥർക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി, നിരാലംബർക്ക് വേണ്ടി, യാത്രക്കാർക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടിയൊക്കെ ഒരുപാട് വഖഫുകൾ വരുന്നുണ്ട്. ഈ വഖഫുകൾ ഒരു സംസ്കാരത്തിന്റെ ബാക്കി പത്രമാണ്. അതില്ലാതാക്കാൻ ഒരു ശക്തിക്ക് കഴിയില്ല. നമ്മൾ നിസ്കരിക്കണ്ടെന്ന് ആര് പറഞ്ഞാലും നമ്മൾ നിസ്കരിക്കാതിരിക്കുമോ? നമ്മൾ നോമ്പെടുക്കണമെന്ന് പറഞ്ഞാൽ നോമ്പെടുക്കാതിരിക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ വഖഫ് സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് തട്ടി തകർക്കാൻ ഇവിടെ ഒരു ശക്തിയും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇസ്ലാമില് സക്കാത്തുണ്ട്, സദഖയുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിലുള്ള ഒന്നാണ് വഖഫ് എന്ന് പറയുന്നത്. സാമൂഹ്യ സേവന പാതയിൽ ഇസ്ലാം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുമ്പോ പലർക്കും തലവേദനയും ആ തലവേദനയൊക്കെ ഞങ്ങൾക്കും മനസ്സിലാവും. ഞങ്ങള് ഇതൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നവരാണ്. കേരള ജമിയത്തുൽ ഉലമയും ജമാഅത്ത് ഫെഡറേഷനും ഒക്കെ ഈ പാതയിൽ അടയാളം സൃഷ്ടിച്ച് മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വേണ്ടി വന്നാൽ ഇസ്ലാമിന് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.